നിന്റെ ശത്രു ആരാണെങ്കിലും നിന്റെ മുന്നിൽ മുട്ടുകുത്തും. ഈ അമല് ചെയ്തപ്പോൾ ശത്രു എന്റെ മുന്നിൽ വന്ന് പൊരുത്തം വാങ്ങി. ഇത് വലിയ പവറായിട്ടുള്ള അമലാണ്. എത്ര വലിയ ശത്രുവാണെങ്കിലും, അവൻ പണമുള്ളവനാണെങ്കിലും പ്രശസ്തിയുള്ളവനാണെങ്കിലും, നിന്റെ മുന്നിൽ അവൻ കീഴടങ്ങും. പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം കൊണ്ട് ഈ അമല് നിങ്ങൾക്ക് വലുതായ റിസൾട്ട് തരും. ഒന്ന് ചെയ്തു നോക്ക്. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുത്തുമീനുകളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ എന്നെ സമീപിക്കുന്നവർ സങ്കടം പറയുന്നതാണ്. ശത്രുക്കളെ കൊണ്ട് തങ്ങളെ ഞാൻ പൊറുതിമുട്ടി. അവർ ഒരു നിലക്കും ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ശത്രുക്കൾ അയൽവാസിയിലുള്ളവരുണ്ട്, കുടുംബത്തിലുള്ളവരുണ്ട്, നാട്ടിലുള്ളവരുണ്ട്, ജോലി സ്ഥലത്തുള്ളവരുണ്ട്, ബിസിനസ് സ്ഥാപനങ്ങളിലുള്ളവരുണ്ട്, സ്വന്തം കൂടപ്പിറപ്പുകളിലുള്ളവരുണ്ട്. ഞങ്ങളൊന്ന് ഉയരാനോ ഞങ്ങളൊന്ന് റാഹത്തായ ഒരു നിലയിലെത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോഴേക്കും അവർക്ക് ഹസദാണ്, അസൂയ. ഈ അസൂയയുടെ മേലുണ്ടാകുന്ന ശത്രുക്കൾ അത് ഭയങ്കര ഭീകരാണ്. അവരുടെ ആഗ്രഹം എന്തായിരിക്കും എന്ന് അറിയോ? ഇവൻ എങ്ങനെയെങ്കിലും നശിച്ച് കാണണം. എന്താണ് ഇവനക്ക് കിട്ടുക? ഈ ചിന്തിക്കുന്ന ആൾക്ക് എന്താ കിട്ടുക? ഒന്നും കിട്ടൂല. ഒരു സുഖം, മനസ്സുഖം. അവന്റെ വീട് കണ്ടില്ല, ഞങ്ങൾ നോക്കിയിട്ട് ഒരു ഗതി തിരികില്ല. അവന് കണ്ട വീട് കണ്ടോ? അവന്റെ മക്കൾക്ക് ജോലി കണ്ടോ? അവന്റെ മക്കളോട് UK-യിലാണ് അല്ലെങ്കിൽ ദുബായിലാണ്, നല്ല ജോലി, നല്ല പൊസിഷനാണ്. നമ്മുടെ മക്കൾ ഇവർക്കൊരു ഗതി പിടിച്ചിട്ടില്ല. ഒരിക്കലും നമ്മൾ ചിന്തിക്കാനേ പാടില്ല. നോക്കുമിനിങ്ങളെ, അള്ളാഹുവിന്റെ ഖളാ എത്തുന്ന സമയത്ത് നമുക്കും പടച്ചോൻ തരും. അത് ക്ഷമിക്കാനും സഹിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അവനക്ക് വിജയം ഉണ്ടാവുള്ളൂ. അല്ലാതെ അവന്റെ മക്കൾ, അവന്റെ വീട്, അവന്റെ കാറ് ഒരു കാര്യമില്ല. അത്രയും ശത്രുക്കളെ കൊണ്ട് പൊറുതിമുട്ടി. ഞങ്ങളാണെങ്കിൽ അവർക്കൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളെ എത്ര ആളുകളാണ് സങ്കടം പറയുന്നവർ, പാവങ്ങൾ, ഒന്ന് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അല്ലാഹു തന്ന ആയുസ്സിൽ ഞങ്ങൾക്കും ഇസ്സത്തോടുകൂടി അഭിമാനത്തോടു കൂടി ഞങ്ങൾക്കും ജീവിക്കേണ്ട ഒരാളെ മുന്നിൽ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എൻ്റെ മുന്നിൽ വന്നുകൊണ്ട് സങ്കടം പറയുന്ന സങ്കടങ്ങളാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് സംഗതി മനസ്സിലായി അല്ലേ? കാര്യം മനസ്സിലായി. നമുക്ക് ഇൻഷാ അല്ലാഹ് അമല് പറയും. ഇത്തരം ശത്രുക്കളുടെ ശർറിൽ കാവലുണ്ടാവാൻ, ശത്രുവിന്റെ മുന്നിൽ വന്ന് പൊരുത്തം വാങ്ങാൻ, വാങ്ങിയിട്ടുണ്ട്. ഈ അമല് ചെയ്തിട്ട് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള അമലാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ, നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനം കൊണ്ട് ചെയ്യാൻ പറ്റിയ അമലാണ്. ഇൻഷാ അല്ലാഹ് ഒരു സഹോദരൻ ഞാൻ കൊടുത്തിട്ട് അവരിത് ചെയ്തിട്ട് അവർ ശത്രുവാണെന്ന് മനസ്സിലാക്കി. ശത്രു തന്നെ, കാരണം അവർ മിണ്ടലില്ല, സംസാരമില്ല, ഒന്നുമില്ല. അവർ വന്ന് പൊരുത്തം വാങ്ങി. റമളാൻ തൊട്ട് മുന്നെയാണത് സംഭവം. ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധ റമളാനിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഫള് കൊണ്ട് ഈ അമൽ അല്ലാഹുവേ നീ സ്വീകരിക്കണം. അല്ലാഹ് ഇതിൽ നിന്ന് വലിയ റിസൾട്ട് ഇത് ചെയ്യുന്നവർക്ക് നീ കൊടുക്കണേ തമ്പുരാൻ. ഇൻഷാ അല്ലാഹ് അമൽ പറയുന്നതിന് മുമ്പ് നമ്മളെ പോയും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചാൽ എല്ലാ സകല പ്രയാസങ്ങളും അല്ലാഹുവേ നീ തീർത്ത് ഞങ്ങൾക്ക് ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ അഭിവൃദ്ധിയും ജീവിതത്തിൽ എല്ലാ നിലക്കുള്ള ബർക്കത്തും അല്ലാഹു ഞങ്ങൾക്ക് നൽകണം. ഇത്തരം ശത്രുക്കളുടെ ശർറിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് വലിയ കാവൽ നൽകണം. വലിയ കാവൽ നൽകണം. ശത്രു ഇല്ലാത്തൊരു ആരുമില്ല. ശത്രു ഉണ്ടെങ്കിലോ പിന്നെ അവർക്ക് പരാജയമായിരിക്കും. അവൻ ഉയരാനായ അനുവദിക്കൂല. അവന്റെ കൺമുന്നിൽ നിങ്ങൾ ഉയരൂല. അതിനുള്ള എല്ലാ പണികളും എല്ലാ കുതന്ത്രങ്ങളും അവൻ നീക്കും. അത് തടയാനാണ് ഈ അമല് ആ കുതന്ത്രം തടയാൻ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യേണ്ടത് 3 ചുവന്ന മുളക്, കൂടുതൽ ഒരു കാര്യം വേണ്ട. 3 ചുവന്ന മുളക് നിന്റെ കയ്യിൽ എടുക്കാനുണ്ടോ? 3 ചുവന്ന മുളക്, വെറ്റൽ മുളക്
വെത്തൽ മുളക്, അതായത് ചുവന്ന മുളക്, എല്ലാ ഷറും ഇതുകൊണ്ട് നീങ്ങും. ഈ 3 ചുവന്ന മുളക് എടുത്തിട്ട്, ഒരു മുളക് എടുത്തിട്ട് നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ ഫീൽ 33 പ്രാവശ്യം ഓതി, ഇടത് നിന്ന് ഈ മുളകേറ്റ് ഇടത് നിന്ന് വലത്തേക്ക് 3 പ്രാവശ്യം ഒഴിഞ്ഞെടുക്കുക. ഇങ്ങനെ 1, 2, 3. പിന്നെ അതേ ഓപ്പോസിറ്റ് വലത് നിന്ന് ഇടത്തോട്ട് 21 പ്രാവശ്യം ഒഴിഞ്ഞെടുത്ത് പരിപൂർണമായി ശരീരം ഒഴിഞ്ഞെടുത്തിട്ട് പിന്നീട് ഓതേണ്ടത് സൂറത്തുൽ ഇഖ്ലാസ് 33 പ്രാവശ്യം. ചെറിയ സൂറത്താണ്, രണ്ടും ചെറിയ സൂറത്താണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള അമലുകൾ നമ്മൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ശത്രു ഇല്ലാതാവാൻ ഇത് റിസൾട്ട് ലഭിച്ചതാണ്. ധാരാളം ആളുകൾക്ക് അനുഭവം പങ്കുവച്ച അമലാണ്. ഇൻഷാ അല്ലാഹ് ചെറിയ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് പനനീരൊപ്പിക്കാൻ കഴിയില്ല, മഞ്ഞളൊപ്പിക്കാൻ കഴിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള അമല് ഇൻഷാ അല്ലാഹ്. എന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് 33 പ്രാവശ്യം ഓതി. ഇത് പ്രകാരം തന്നെ ഇടത് നിന്ന് വലത്ത് ഭാഗത്തേക്ക് 3 പ്രാവശ്യം, നേരെ ഓപ്പോസിറ്റ് 21 പ്രാവശ്യം മൊത്തം ഒടിഞ്ഞ് ശരീരം ഒഴിഞ്ഞെടുത്ത് പിന്നീട് ആ മുളക് അവിടെ മാറ്റി വെക്കുക. പിന്നെ രണ്ടാമത്തെ മുളക് എടുക്കുക, അതുപോലെ ഒഴിയുക, മാറ്റി വെക്കുക. മൂന്നാമത്തെ മുളക് എടുക്കുക, അതുപോലെ ഇത് ഇപ്രകാരം ഓതി ഒഴിഞ്ഞതിന് ശേഷം ഈ 3 മുളകും ചേർത്ത് ചിരട് കൊണ്ട് കെട്ടുക. അതിനെ നെട്ടി ഉണ്ടാവില്ല, പൊട്ടാത്ത രീതിയിൽ ചെറിയ നൂല് കൊണ്ട് കെട്ടിയിട്ട് 3 ഒപ്പം ചേർത്ത് കെട്ടി അത് ഒഴുകുന്ന വെള്ളത്തിൽ ഒടുക്കി കളയാം. കെട്ടാൻ മറക്കരുത്. മുളക് കൊണ്ടിട്ടാ പോരാ, ചേർത്ത് കെട്ടി അത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി കളയാം. ഇങ്ങനെ എത്ര ദിവസം ചെയ്യണം? 3 ദിവസം. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ചെയ്യണം. മനസ്സിലായല്ലോ? അമല് മനസ്സിലായല്ലോ? കുറെ ആളുകൾ അമല് പറയുന്ന സമയത്ത് സംശയമായിട്ട് വിളിക്കാറുണ്ട്. ആർക്കും മനസ്സിലാവാത്തില്ലല്ലോ. 33 പ്രാവശ്യം സൂറത്തുൽ ഫീല്, സൂറത്തുൽ ഇഖ്ലാസ് 33 പ്രാവശ്യം. ഓരോ മുളകിലും 3 മുളക് ചേർത്ത് കഴിഞ്ഞാൽ മതിയോ? പറ്റൂല. ഓരോ മുളകിലും ഇങ്ങനെ 3 ദിവസം മൊത്തമായിട്ട് കൊണ്ടുപോയിട്ടാ പോരും. ഇതൊക്കെ സംശയങ്ങളാണ്, അതുകൊണ്ടാണ് ഇപ്പൊ ക്ലിയർ ചെയ്യുന്നത്. എല്ലാം ഓരോ ദിവസം ചെയ്തത് ഓരോ ദിവസം കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ ഒഴുക്കുള്ള വെള്ളത്തിൽ. ഒഴുക്കുള്ള വെള്ളമൊക്കെ ഉണ്ടോ? തങ്ങളെ ഉണ്ടാകും, പുഴ ഉണ്ടാവും, വലിയ പുഴയൊക്കെ ഉണ്ടാവും. അവിടെ കൊണ്ടുപോയിട്ടുണ്ട് ഒഴുക്കി കളഞ്ഞാൽ നിന്റെ ശരീരത്തിൽ ശത്രു വിതച്ച എല്ലാ ഷർറും ബാത്തിലാവും. അത് സിഹറാണെങ്കിലും ശത്രുവിന്റെ ഹസദാണെങ്കിലും മറ്റുള്ള എന്താണെങ്കിലും, നോട്ടമാണെങ്കിലും ഐനാണെങ്കിലും നാവാണെങ്കിലും എല്ലാം നശിച്ചു. ഇത് പവറാണ്. സിമ്പിളായിട്ടുള്ള നിസാരമായിട്ടുള്ള അമലാണെന്ന് വെച്ച് ഇതിനെ തള്ളിക്കളയണ്ട. ഇതൊന്ന് ചെയ്തു നോക്ക്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഫീലിന്റെ, സൂറത്തുൽ ഇഖ്ലാസിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ ഷർറുകളും ഇതോടുകൂടി നീ ബാത്തിലാക്കണം അല്ലാഹ്. ശത്രുക്കളുടെ ഷർറിൽ നിന്ന് അല്ലാഹു ഞങ്ങൾക്ക് വലിയ കാവലും വലിയ സംരക്ഷണം അല്ലാഹു ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ധാരാളം അമലുകൾ ഞങ്ങൾ ഓരോ മജ്‌ലിസിനായിട്ട് പറയാറുണ്ട്. അത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഏറ്റെടുക്കുന്ന ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹുവേ നീ വലിയ ഉത്തരം കൊടുക്കണം അല്ലാഹ്, വലിയ ഉത്തരം കൊടുക്കണേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, 9:30 തറാവി നിസ്കാരം കഴിഞ്ഞിട്ടുള്ള വലിയ മജ്‌ലിസ്. ഈ മജ്‌ലിസിന്റെ ഫضല് പറയാൻ കാരണം കുറേ ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചതാണ്. അവരുടെ മുറാദുകൾ ഹസലായി, ജോലി റെഡിയായ ആളുകൾ, വിവാഹങ്ങൾ റെഡിയായ, പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങി മജ്‌ലിസിലിരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട് ദുആയിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ റെഡിയാവും. ഒന്ന് പങ്കെടുത്ത് നോക്ക്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.